ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലായത് കണക്ക് രേണുവിനുണ്ടെങ്കിൽ അസുഖം വന്ന് ഭയങ്കരമായിട്ട് ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ശരീരമൊക്കെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ വയ്യാത്ത രീതി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മുടിയൊക്കെ ചെറുതായിട്ട് മുറുക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് തൻ്റെ പേരിലുണ്ടെങ്കിൽ ഇത് കണക്ക് പണമൊക്കെ പിരിക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ താൻ മനഃപൂർവ്വം ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനത്തുള്ള ഒരു കാര്യമില്ല, ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യമൊക്കെ ചെയ്യുന്നൊന്നുമില്ല, തനിക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ പണം അങ്ങനെയൊന്നും ആവശ്യമില്ല. എൻ്റെ പേരിൽ ഇത് കണക്ക് ആൾക്കാരുണ്ടെങ്കിൽ പണം പിരിക്കുന്നതെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിലാണ് പിരിക്കുന്നത്, അതല്ലാതെ ഞാനുണ്ടെങ്കിൽ അതിലൊന്നും ചെയ്യുന്നില്ല. എനിക്കുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണക്ക് അസുഖം വന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ വിളിക്കുകയും അതോടെ തന്നെ വന്ന് അന്വേഷിക്കുകയും അങ്ങനത്തെ ഉള്ളൊരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് എനിക്ക് തനിക്കുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് യൂട്യൂബിലുണ്ടെങ്കിൽ 1-2 വീഡിയോ ഇടുന്നത് പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്, അതല്ലാതെ ഞാനുണ്ടെങ്കിൽ ആരുടെ പൈസ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി പിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാരുണ്ടെങ്കിൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ ഒരു സഹായം എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ പണം പിരിക്കുന്നതാണ്. അതിനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.